ഹരി ഓം. അപ്പോ ഇന്നത്തെ പിന്നെ വിശുദ്ധ ശൂന്യതയിൽ പിന്നെ വിചാരത്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ വിചാരം അങ്ങ് എൻഡ് വരെ ഞാൻ ഗുരുജനോട് ചോദിച്ചു, ഇവിടെ വിചാരം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മവിചാരമാണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു പൂർണ്ണമായിട്ട് അവിടെ ആ വിചാരം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മവിചാരമാണ്. അപ്പൊ ആത്മവിചാരം എന്ന് പറയുമ്പം അത് പിന്നെ നമ്മള് വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്, മനനം ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള അന്തസത്തയാണ്. അത് മീ ടു മീന്ന് നമ്മൾ ആ ലോവർ മീന്ന് ആ ഹയർ മീ, അതായത് സത്തയിലോട്ട് നമ്മുടെ എക്സിസ്റ്റൻസ് മനോതലത്തിൽ നിൽക്കുന്നത്, ആ തലത്തിൽ നിന്ന് ആ ഹയർ സത്തയിൽ ചെന്ന് എത്തുന്നത് വരെ അത് ആ ഒരു പാതയിൽ സഞ്ചരിക്കുമ്പം ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിലെ ഉള്ള പിന്നെ അവയർനെസ് ആണ്. അവിടെ പിന്നെ നമ്മുടെ നിരീക്ഷകനും കാണും. അപ്പൊ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നതാണ് ഈ ആത്മവിചാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മളുടെ ചിന്തയിൽ പലതും കയറി വരും, ആശയങ്ങളൊക്കെ വരാം. അപ്പൊ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണം. അതിനാണ് ഇപ്പം നമ്മൾ ഈ ഡയറക്ഷനിൽ പോകുമ്പം ആ സത്തയിലോട്ട് പോകാനുള്ള നമ്മുടെ ആ യാത്രയിൽ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനകത്ത് ആ സ്പിരിച്വൽ പ്രാക്ടീസസിലൊക്കെ പലതും പറഞ്ഞതിൽ, അതായത് പിന്നെ ചിത്തശുദ്ധീകരണം, പിന്നെ ധ്യാനം, പിന്നെ നമ്മുടെ അടുത്ത ടോക്ക് അബൌട്ട് ദിസ് സാക്ഷി ഉണ്ടാകുന്നതും അതും ടെമ്പററിയാണ്. അത് പിന്നെ അതും താൽക്കാലികമാണ്, അതും കുറച്ച് കഴിയുമ്പോൾ അതും മാറും. ഇതെല്ലാം മെത്തേഡ്സ് നമ്മുടെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പം ഈ പാതയിൽ പോകുമ്പം ആത്മവിചാരവും അതുപോലെ ഒരു പ്രാക്ടീസ് ആണ്. അപ്പൊ പിന്നെ നമ്മുടെ പിന്നെ രമണ മഹർഷിയുടെ ഒരു ആത്മവിചാരത്തിന്റെ ഒരു മെഡിറ്റേഷനുമുണ്ട്, സെൽഫ് എൻക്വയറി മെഡിറ്റേഷൻ എന്നും പറഞ്ഞു. അത് കുറച്ചുകൂടെ ഒരു വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ചോദ്യം ചോദിച്ച് നമ്മൾ വളരെ അവെയറായിട്ട് ഇരുന്നിട്ട് അതിന് ഇന്റലക്ച്വൽ ആൻസർ ഒന്നും കൊടുക്കരുത് ആ ക്വസ്റ്റ്യൻസിന്. അത് വേറെ ഒരു തലമാണ്. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ഗുരുജി ഇതാണ്, എല്ലാ വിചാരങ്ങളും related to the self, whether it is the lower self or the higher self, highest self of Satta, അതിനെ കുറിച്ചുള്ള അവയർനെസ്സിലുള്ള ചിന്തകളാണ്. അപ്പോ ഇന്നത്തെ വിധത്തിലെ ശൂന്യതയിൽ ആദ്യത്തെ 2 ലൈൻ ശ്രദ്ധിക്കുമ്പോൾ അതാണ് പറയുന്നത്, വിചാര മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധകൻ വിചാരം മാത്രം ചെയ്താൽ മതിയോ? അത് വിചാരം ചെയ്യുന്ന ചോദിക്കുന്നതിൽ അതില് പോകുമ്പം ചില തടസ്സങ്ങൾ വരും, അതിനെ അഡ്രസ്സ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നത്തെ ഫുൾ പറയുന്നത്. എവിടൊക്കെ വീഴ്ച വരാം അവിടെ നമ്മൾ പിന്നെ വളരെ അലേർട്ടായിരിക്കണം. അപ്പോ പിന്നെ ചിന്തിച്ച ആത്മസാക്ഷാത്കാരം നേടുവാൻ സാധ്യമല്ല. കാരണം അവിടെ ആശയങ്ങളും ധാരണകളും പിന്നെ മാർഗതടസ്സമായിട്ട് നിൽക്കും. അതിനാണ് നമ്മൾ വിചാരം ചെയ്യുന്നത് ഈ തടസ്സങ്ങൾ പിന്നെ മാറാൻ. പിന്നെ മാർഗതടസ്സം മാറാൻ ഈ വിചാരം ചെയ്യുമ്പം നമ്മള് വാട്ട് ഇഫ് ദ വിചാരം അത് തന്നെ ഒരു മാർഗത്തിന് തടസ്സമായി ഭവിച്ചാലോ? ആ ഒരു കാര്യത്തിലാണ് ആദ്യത്തെ അലേർട്ട്നെസ് നമ്മൾ നടത്തേണ്ടത്. വളരെ അലേർട്ടായിരിക്കണം, ജാഗ്രത അവസ്ഥയിലിരിക്കണം. അത് അവിടെ സംഭവിക്കാം. കാരണം അങ്ങനെ ഭവിക്കാൻ സാധ്യതയെ കുറിച്ച് ഒരു സാധകൻ അറിഞ്ഞിരിക്കണം. അതിനാദ്യം അവൻ ചോദിക്കേണ്ടതും അറിയേണ്ടതും ആർക്കാണ് വിചാരം വേണ്ടത്? അവന്റെ ഉള്ളിലുള്ള അസ്തിത്വം മനോതലത്തിലാണോ, ഉന്നത ബോധതലത്തിലാണോ, സത്തയിലാണോ? അങ്ങനെ നിൽക്കുമ്പം അതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പം അവന് അപ്പൊ അത് ഏത് തലത്തിലാ വേണ്ടത്? ആർക്കാണ് വിചാരം വേണ്ടത്? അപ്പൊ ആ വിചാരം ആർക്കാ വേണ്ടതിനെ കുറിച്ചൊരു വ്യക്തത വേണം. ഒരു സാധകന് അതിനെ കുറിച്ചൊരു വ്യക്തത വേണം. അപ്പൊ അങ്ങനെ നോക്കുമ്പം
സത്ത എല്ലാം കംപ്ലീറ്റ് ആണ്, ഹോൾസം ആണ്. സത്തയ്ക്ക് വിചാരം വേണ്ട, സത്തയിൽ വിചാരവും ഇല്ല. പിന്നെ പിന്നെ സത്തയിൽ എന്താണ് വിചാരം ചെയ്യുന്ന ഒരു സാധകൻ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സാധകൻ പറയേണ്ടി വരും, സത്തയിൽ എത്താൻ വിചാരം ചെയ്യേണ്ടി വരും എന്ന്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവിടെ വരും ഡുവർഷിപ്പ് വന്നാൽ പ്രശ്നമായിരിക്കും. അത് ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. മനോതലത്തിൽ നിൽക്കുവാണെങ്കിൽ വിചാരം ചെയ്യുന്നുണ്ട്, പക്ഷെ മനോതലത്തിലാണെങ്കിൽ അവിടെ ആശയങ്ങൾ വരാം. അപ്പോ അങ്ങനെ ഒരു സാധകൻ പറയുമ്പോൾ സത്തയിൽ എത്താനായിട്ടാണ് വിചാരം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ വിചാരം ആശയങ്ങൾ പിന്നെ തടസ്സമായി മാറുവാൻ ഇടയുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങനെ ആ തലത്തില് വിചാരം ചെയ്തിട്ട് സത്തയിലെത്താന് ചില കാര്യങ്ങള് നിരീക്ഷകനായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴും ഈ ആശയങ്ങൾ എല്ലാം വന്ന് പിന്നെ അതിനെക്കുറിച്ച് ചില പിന്നെ ഇന്റർപ്രിട്ടേഷനും ഒക്കെ അങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു വല്ലാത്ത ഒരു ഒഴുക്കായിരിക്കും അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ആ വിചാരം ഒരു തടസ്സമായിരിക്കും. ആ ഒരു കാര്യം നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. എന്നാൽ സത്തയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. സത്തയ്ക്ക് ആശയവുമില്ല, അതിന്റെ ആവശ്യവുമില്ല, പിന്നെ വിചാരവുമില്ല. പിന്നെ ചിലപ്പോ ഈ കാര്യം ഒന്നും തന്നെ ആ ഈ വിചാരം വിചാരിച്ചിട്ടുമില്ലായിരിക്കും. അതാണ് പറയുന്നത് ഒരു പോയിന്റ്. അപ്പോ നിരീക്ഷണം, പിന്നെ അത് മാത്രമല്ല ആ പോയിന്റ് സത്ത എന്ന് പറയുന്നത് നിരീക്ഷണവും അസ്തമിക്കുന്ന ഇടമാണ്. അപ്പൊ അത് മാത്രമില്ല, ആ സത്തയിലാണ് സത്ത് ചേരുന്നിടവും. നമ്മളിങ്ങനെ ഈ വിചാരം എല്ലാം നടത്തി ഒരു കൃപയാൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ അവിടെ സത്തയിൽ ചേരുന്ന ഇടമാണ് ഈ സത്ത എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ സത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവാത്മാ ചെന്ന് അത് മോഡിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച് എല്ലാം അതിന്റെ ഇംപ്യൂരിറ്റീസ് എല്ലാം മാറി ശുദ്ധീകരിച്ച് ആവരണപ്പെട്ട് ആ ആത്മാ കുറച്ച് ശുദ്ധീകരിച്ച് അങ്ങോട്ട് പോകുന്നതാണ് ഈ പറയുന്നത്. ആ സത്ത മറ്റേ ആ സമ്പൂർണമായിട്ടുള്ള സത്തയിൽ ചെന്നെത്തുമല്ലോ, അതിനാണ് നമ്മൾ സത്ത എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഇറ്റ്സ് എ ഹയസ്റ്റ് പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പൊ സത്തയുടെ ക്യാരക്ടറിസ്റ്റിക് ഇതാണ്. പക്ഷെ വിചാരം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. ആ ഒരു കാര്യം ഒരു സാധകൻ നന്നായിട്ട് അലേർട്ടായിട്ട് വിചാരിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അതാണ് ഈ സെക്കൻഡ് പാരയിൽ പറയുന്നത്. അത് എങ്ങനെയാണ് പിന്നെ ഈ വിചാരം ചെയ്യുമ്പം ഇത് എങ്ങനെയാ വരുന്നത്, ഈ ആശയങ്ങളൊക്കെ ഒഴുകി വന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. മനസ്സിന്റെ വികാരങ്ങളുടെ ഈ ഇളക്കം കാരണം ഉണ്ടാകുന്ന ആശയക്ക് അനുഭവപ്പെടുമ്പോൾ അത് മാറാൻ വിചാരം ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഒരു കാര്യം കൂടി ഓർത്തോണം, എന്താണ് അവിടെ നടക്കുന്നത്. വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മനോതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യം നമ്മുടെ ആ മനസ്സിലെ ആ ഓരോരോ കാര്യവും നമ്മൾ പിന്നെ കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കുന്നു ഇതുണ്ട് എന്ന് അതിനെ കണക്ട് ചെയ്തിട്ട് പിന്നെ വേറെ ചിന്തകൾ അങ്ങനെ വന്ന് പോകുമ്പോ എന്തൊക്കെ സംഭവിക്കും അവിടെ? അപ്പോൾ എന്താണ് ഉന്നത ആശയങ്ങൾ. അപ്പൊ നമ്മൾ കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തോ ചെയ്ത് കാണും, കുറച്ചുകൂടെ ഒന്ന് മൈൻഡിനെ സൈലന്റ് ആക്കിയപ്പം കുറച്ച് വികാസമൊക്കെ വന്നപ്പം കുറച്ചുകൂടെ ഉന്നത ചിന്തകൾ വന്നു കാണും. അപ്പോൾ ഉന്നത ആശയങ്ങൾ എത്തിച്ചേരാൻ എന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെ വരുമ്പം എങ്ങനെ നമ്മൾ പറയത്തില്ലേ, അവിദ്യമായെന്ന് വിദ്യമായയിലോട്ട് വന്നു. ആ തലത്തിൽ അങ്ങനെ ആശയങ്ങളുണ്ട്. പക്ഷെ ആശയങ്ങൾ എപ്പോഴും എന്തോ പിന്നെ സൃഷ്ടിക്കും ബാക്കിയുള്ളത്. അപ്പോ അതാണ് ഗുരുജി പറഞ്ഞത്. ഇവിടെ നമ്മളെ
പിന്നെ വിചാരം ചെയ്താലും ഈ വേറെ ആശയങ്ങൾ വന്നാൽ ആ തലത്തിൽ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിൽ എത്തിയാൽ അപ്പോ എന്തോ പറ്റും, ഈ ആശയങ്ങളും അതേ പിന്നെ ഒരു ഫ്ലോ പോലെ കുറെ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതായത് ഈ പണ്ട് മനോതലത്തിൽ ഉണ്ടായ ആ കോംപ്ലിക്കേഷൻസ് എല്ലാം നമ്മളെ അലട്ടിയത്, അതൊക്കെ ഇത് പുതിയ ഒരു തലത്തിലുണ്ടാകും. അതായത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന പോലെ ആ ആശയങ്ങൾ എല്ലാം ആശയങ്ങൾ തന്നെയാണ്. ആശയങ്ങൾ ഏതും ആശയങ്ങൾ തന്നെയാണ്. അപ്പോ അത് സത്യമാകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അങ്ങനാണ് ആ ആശയങ്ങളുടെ പിന്നാലെ പിന്നെ നിഗമനങ്ങൾ വരും, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും, ബുദ്ധിയും കൊണ്ട് നിഗമനങ്ങൾ വരും, ഒരു ഇൻഫറൻസ് വരും. പിന്നെ അങ്ങനെ അവർക്ക് അവരുടെ ആയ ഒരു കൺവിക്ഷൻ വരും. അവരത് പ്രസന്റ് ചെയ്യാൻ നോക്കും, വാക്കു തർക്കങ്ങൾ ഉണ്ടാകും. പിന്നെ അതിൽ ചിലപ്പം ചിലർ ഉറച്ചു വിശ്വസിക്കും. പിന്നെ അത് കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസവും പിന്നെ ഒരു ആവേശവും ഒക്കെ ഉണ്ടാവും. ഈ സൈക്കിൾ ഇതിങ്ങനെ പോയി 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 പല ആശയങ്ങൾ ഇങ്ങനെ കൂടി വന്നാൽ അറിയാതെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് സത്യത്തിൽ നിന്നും വളരെ വിദൂരമായിട്ടുണ്ട് എന്ന്. അവിടാണ് ആ ഡേഞ്ചർ വരുന്നത്. അപ്പൊ വിചാരം ചെയ്യുന്നത് കൊള്ളാം, പക്ഷെ വിചാരം വരുമ്പം ഒരിക്കലും ഒരു ഇന്റലിജൻസ് ബേസിസിൽ വിചാരം ചെയ്യുമ്പം നമ്മൾ ഒരു ആൻസർ കൊടുക്കരുത്. അതാണ് ഈ രമണ മഹർഷിയുടെ ഇതിലും പറയുന്നത്. ദീസ് ആർ വെൻ ക്വസ്റ്റ്യൻ ഹു ഐ ആം എന്ന് ചോദിക്കുമ്പം ഒരിക്കലും ഒരു ഇന്റലക്ച്വൽ ആൻസർ കൊടുക്കരുത്. അതിനെ നോക്കി കണ്ടിട്ട് ആ ഉണ്ടായ ചിന്ത ഏതിനോട് പിന്നെ റെഫർ ചെയ്തിട്ടാ ഉണ്ടായത്, എന്താണ് അത് അറിഞ്ഞത്, അങ്ങനെയാണ് നമ്മുടെ പിന്നെ സോഴ്സിലോട്ട് പോകുന്നത്. അപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റും. അപ്പോ അങ്ങനെ വരുമ്പം പിന്നെ ഇത് ഇങ്ങനെ വരുമ്പോ ഇത് സത്യമല്ല, സത്യവുമല്ല, ഇത് രണ്ടുമല്ല ഇത്. അപ്പൊ ഈ മനസ്സിന്റെ ഒരു കളിയാണ് ഇത്. അപ്പൊ നമ്മൾ ആ തലത്തിൽ എത്തുമ്പം ഇത് മനസ്സിന്റെ തന്നെ ഒരു കളിയാണ്. ഇങ്ങനെയാണ് വഴുതി വീഴുന്നത് നമ്മുടെ പിന്നെ വിചാരം ചെയ്യുമ്പം. വിചാരം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ജാഗ്രത അവസ്ഥയിൽ അലേർട്ടായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ വീഴ്ചകൾ വരാമെന്നുള്ള കാര്യം ഗുരുജി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അങ്ങനെ ഒന്ന് വീണു, അങ്ങനെ ആ മനസ്സിന്റെ കളിയിൽ പിന്നെയും പെട്ടുപോയെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സാധകൻ ഇവയിൽ നിന്നും സ്വതന്ത്രനാകണം. അപ്പൊ അന്നേരം ചിന്തിക്കും ഇങ്ങനെ, ഞാൻ നെയ്ത വലയിൽ നിന്ന് പുറത്ത് കടക്കണം. എന്നിട്ട് പറഞ്ഞാൽ he has trapped himself in all these complications. എന്നിട്ട് അവന്റെ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഈ സാധകന്റെ നില ഗുരുജി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇരയും വലയും തമ്മിൽ ഉള്ള ഇടയിൽ ആണ് ഈ സാധകൻ നിലനിൽക്കുന്നത്. ഇര നേടാൻ മനസ്സുണ്ടെങ്കിൽ അവൻ വല നെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോ ഏതാണ് ഈ ഇര? അഭിലാഷങ്ങൾ. അവന് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, അവന് അഭിലാഷങ്ങൾ ഉണ്ടെങ്കിൽ അവൻ അത് നേടണമെങ്കിൽ അവന് ഇതേപോലെ ഈ സൈക്കിൾ ആശയങ്ങൾ പണിതുകൊണ്ടിരിക്കും, വല നെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പം വിദൂരത്തിലായെന്ന് അറിയുമ്പം അങ്ങ് പിന്നെ ഗുരുവിൽ നിന്നും വല്ലതും അഡ്വൈസ് ഒക്കെ കിട്ടുമ്പോഴാണ് പിന്നെ ആ ത്വര വരും, അയ്യോ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ പിന്നെ സ്വതന്ത്രൻ ആകാൻ ഉള്ള ത്വര വരും. അത് എവിടെ നിന്നാണ് വരുന്നത്? അതാണ് പറയുന്നത്. മനസ്സിന്റെ തോന്നലാണോ ഈ ത്വര, അല്ലെങ്കിൽ സത്തയുടെ ആണോ? സത്തയ്ക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, ആഗ്രഹമുള്ളത് മനസ്സിനാണ്. അപ്പൊ ആ ത്വര വരണമെങ്കിലും ആ അഭിലാഷവും മനസ്സിൽ നിന്നല്ലേ വരണ്ടേ? അപ്പോ നമ്മൾ വിചാരിക്കും മനസ്സാണ് ആഗ്രഹിക്കുന്ന ത്വര, ഞാൻ ഫ്രീ ആവണം എന്നുള്ള ത്വര. അതുകൊണ്ട് മനസ്സാണോ ഈ സത്തയിൽ നമ്മളെ എത്തിക്കുന്നത്? അവിടെ ഗുരുജി പറയുന്നത് നോ,
സത്തയാണ് നിങ്ങളെ സ്വതന്ത്രനാക്കുന്നത്, മനസ്സല്ല. മനസ്സിന് അഭിലാഷമാണ്, സത്തയ്ക്ക് അഭിലാഷം ഇല്ല. അപ്പൊ ആ സത്തയാണ് സത്തയിൽ ആയി ഇരിക്കുന്നത് തന്നെയാണ് സ്വാതന്ത്ര്യം. അപ്പോ ആ തലത്തിലോട്ട് പോകണം. അപ്പൊ നമ്മള് ആത്മവിചാരം ചെയ്യുമ്പോൾ അഭിലാഷം കുറയ്ക്കുകയും അതിന്റെ പിന്നാലെ കൂടുതൽ പോകാതെയും, ഇപ്പൊ ഒരു അഭിലാഷം എനിക്ക് അവിടെ ചെന്ന് എത്തണം, സത്തയിൽ എത്തണം, ഇത് അതും ഒരു പോയിന്റ് വരെ ആകാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലല്ലത്. അപ്പോ അതുകൊണ്ട് മനസ്സിൽ വരുന്ന അഭിലാഷങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളും നമ്മള് അതവിടെ നടന്നോട്ടെ, പക്ഷെ അതിലോട്ട് ഒട്ടലില്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ ആ ലെവലിലോട്ട് പിന്നെ ട്രാൻസ്ഫോം ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ, ദ ടോപ്പിക് ഹിയർ ഇസ് വിചാരം ചെയ്യുമ്പം കുടുങ്ങാനുള്ള സ്ഥലം, അവിടെ കുടുങ്ങരുതെന്നുള്ള അതാണ് ഗുരുജി ഹൈലൈറ്റ് ചെയ്യുന്നത്. ബാക്കി ഒക്കെ എല്ലാവരും വായിച്ചും കേട്ടും ഒക്കെ അറിയാം, അതിനെക്കുറിച്ച് നമ്മൾ എംഫസൈസ് ചെയ്യുന്നില്ല. അപ്പൊ സത്തയിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യം. അപ്പോ സത്തയിൽ എങ്ങനെ ഇരിക്കും? ഇതെല്ലാം അതായത് പ്രൊവൈഡഡ് നമ്മള് ഈ വല നെയ്ത് വെക്കാതിരുന്നാൽ, അഭിലാഷങ്ങൾ ഇല്ലാതിരുന്നാൽ, ഒരു പിന്നെ സാധകന് അങ്ങനെ മുന്നോട്ട് നീങ്ങിയിട്ട് സത്തയിൽ അടുക്കുമ്പോൾ ഒരു മൗനം പാലിക്കും എന്ന് പറയും. കാരണം നിശബ്ദത അനിവാര്യമാണ്, അത് അറിയേം വേണം. ആ ഗുരുവിന്റെ നിശബ്ദത സത്യത്തിലേക്ക് ഉള്ള സാധകന്റെ അടുക്കലാണ്. ഏത് സാധകനാണോ അത്വര നിമിത്തം അതൊന്നും പണിയാതെ അതിലോട്ട് പോകാൻ റെഡി ആയിരിക്കുമ്പം ഗുരുവിന്റെ ആ മൗനം, അതായത് നിശബ്ദത അവിടെ കൂടെ ഉണ്ടാകും, സാധകന്റെ കൂടെ ഉണ്ടാകും. എന്നാൽ നിശബ്ദത ആയിരിക്കും. കാരണം അവിടെ ആശയങ്ങളും ഒന്നും വേണ്ട, ഒരു കാര്യവും പറയാൻ പാടില്ല, അവിടെ സൈലന്റ് ആയിട്ടിരിക്കുക, അടുക്കലാണ്. ഓർക്കുക, സത്തയെ മറ്റൊരാൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. സത്തയെ തന്നെ അറിയണം. ഉള്ളിലുള്ളതാണ്, അതിനെ തന്നെ അറിയാൻ വേണം. വേറെ ഒരാൾക്കല്ല അനുഭവപ്പെടുന്നത്, നമുക്ക് ഓരോരുത്തർക്കാണ് അനുഭവപ്പെടുന്നത്. അത് അവനവനിൽ തന്നെ ഉള്ളതല്ല, അല്ലേ? സത്തയിൽ പലതില്ല. നിശബ്ദത പോലും അറിയാത്ത ഇടത്ത് സത്ത വിരാജിക്കുന്നത്. അവിടെ എല്ലാം ഉണ്ട്. ഒരു ആശയത്തിനോ നിഗമനത്തിനോ പിന്നെ പകരാൻ ആകാത്ത എല്ലാം പിന്നെ സത്തയിൽ ഉണ്ട്. അതോടെ ഹരിയോ, അതാണ് ഇന്നത്തെ ടോപ്പിക്. പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ ഓരോരുത്തർ പറഞ്ഞിട്ട് പിന്നെ ഡിസ്കഷനിൽ പോകാൻ പറ്റും. ശരിക്കും ഇന്നിപ്പം സംയമ അത് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ സഞ്ചരിച്ച ഒരു പാത, ഗുരുവിനോടൊപ്പം സഞ്ചരിച്ച ഒരു പാത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞല്ലോ, വിചാരം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ആ ഹയർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ആ ജ്ഞാനത്തിൻ്റെ പാത നമ്മൾ പിന്തുടരുക എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കോൺഫ്ലിക്ട്സ് ഒക്കെ പറയുന്നു. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഗുരുജിയെ നമ്മൾ എടുത്തു ചോദിച്ചാൽ, ഗുരുജിയുടെ ആ എൻ്റെ വേ ഓഫ് ഇമ്പാർട്ടിങ് സ്പിരിച്വാലിറ്റി ടു അസ് ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും? ശരിക്കും ഇപ്പം എന്നെ എടുക്കുവാണെങ്കിൽ എനിക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ അവലംബിക്കുന്ന ഒരു പാത നിനക്ക് യോഗയാണ്, യോഗമാർഗം ആണ്, നീ അഷ്ടാംഗ യോഗ, ആ ഒരു സിസ്റ്റം നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ
ഗുരുജി എന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അപ്പം ശരിക്കും ഏതൊരു മാർഗമായാലും അത് യഥാർത്ഥത്തിൽ പൂർണ്ണതയുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം വരുന്നതെന്ന് പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പം യോഗയുടെ ഇതിൻ്റെ ക്ലാസ്സിൽ പോയപ്പോൾ തന്നെ അവിടെ ജ്ഞാനമാർഗത്തിൻ്റെ ഒരു ഗുരു വന്നു, അവിടെ ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, കാരണം ഇന്ന് സമൂഹത്തിൽ വളരെയധികം അറിയപ്പെടുന്നതും മാനിക്കുന്നതുമായ ഒരു സന്യാസി വര്യനാണ്. എന്നും അറിഞ്ഞോ അറിയാതെ അദ്ദേഹം സംസാരിച്ചു വരുമ്പോഴത്തേക്ക് ജ്ഞാനമാർഗമാണ് വലുത്, ശങ്കര പരമ്പരയുടെ ജ്ഞാനമാർഗങ്ങളാണ് വലുത് എന്ന രീതിയിൽ ആണ്. കാരണം അപ്പോൾ അതിൽ നിന്ന് ഇത് കൂട്ടി വായിക്കുമ്പം മനസ്സിലാകുന്നത്, കുടുങ്ങിപ്പോയി. നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പം ഗുരു ഇപ്പം എന്താ നമ്മളെ ചെയ്യുന്നത്? നമ്മൾ ഇതിലേക്ക് വരുമ്പം യമനിയമാദികളെല്ലാം ഗുരുജി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വരുവാണ്. അതേ കണക്ക് തന്നെ നമുക്ക് ജ്ഞാനത്തിൻ്റെ വിത്തുകൾ അതേ നമുക്ക് അതേ കണക്ക് ഗുരുജി എപ്പോഴും ലിറ്ററേച്ചർ നിങ്ങൾ വായിക്കണം, ആധ്യാത്മികമായ ലിറ്ററേച്ചർ പറയണം. അപ്പം ഇതേ കണക്ക് ഇപ്പം ഈവൻ നമ്മൾ ചെയ്യുന്ന ഈ ഡിസ്കഷൻസ് ഇതെല്ലാം എന്താണ്, പലരും ഇപ്പം ഇതിൽ നിന്ന് നമ്മളിരിക്കുന്ന പലരും പല പല ധാരകളിൽ കൂടെ സഞ്ചരിച്ചവരായിരിക്കും. അവിടെ ഗുരുജി അതാണ് ഇപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മൾ പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗുരുജി നമ്മളിവിടെ വാ, നമ്മൾ പോകുന്നത് വേറൊരു വിചാരധാരയിൽ ഉള്ള അവിടെ ആയിരിക്കും നമ്മളെ പോയി കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ചാനൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിചാരധാരകളും നമ്മൾ കോർത്തിണക്കുകയാണ്. അതാണ് യഥാർത്ഥ സത്ത. സത്തയിൽ നിന്ന് ഒരു ധാരയും വേറിട്ട് നിൽക്കില്ല. ഒരു അന്വേഷിയും, നമ്മളൊക്കെ അന്വേഷകരാണ്. ഒരു അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവന് കുടുങ്ങുവാൻ പാടില്ല. എല്ലാത്തിനെയും സകലതും ഉൾക്കൊള്ളുന്നത് ആണെങ്കിൽ, സകലതും നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ, എല്ലാ സത്തയും ഒന്നായി ചേരുന്ന, എല്ലാ നദികളും ചേരുന്ന കടലാണെങ്കിൽ, എല്ലാ വിചാരധാരകളും ചേർന്നിരിക്കുന്ന ആ സത്തയാണ് നീ. അത് തന്നെയാണ്, ആ പാതയിൽ കൂടിയാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. ഗുരു എന്താണോ ആ സത്യം എന്ന് അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രതിപാദിക്കുന്നത്, അതിൽ കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ കുടുങ്ങലുകൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് ഒരു സദ്ഗുരുവിൻ്റെ കൂടെ, ആ സത്യം അറിഞ്ഞവൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ ജ്ഞാനപ്രകാശത്തിൻ്റെ വെളിച്ചം കിട്ടുന്നത്. പിന്നെ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. നമ്മൾ ഗുരുജി ഇങ്ങനെ എഴുത്തുകൾ പറയുമ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവധൂത ചിന്തകളെന്ന് പറഞ്ഞു. ഗുരുജി പറഞ്ഞു അത് ആദ്യത്തെ പടിയാണ് ചിന്തകളിൽ കുടുങ്ങേണ്ടവരല്ല നിങ്ങൾ. ചിന്തകൾ കറിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് എന്താ വരും? ശൂന്യത വരും. ശൂന്യതയുമല്ല, ശൂന്യമായ വാക്കുകൾ ആ കൃതി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സൈലൻസ്, ആ ശൂന്യതയുമല്ല സത്യം. ആത്മഭാഷണം വരുന്നു. അവിടെ ആ പറയുന്ന ആ ബോധവും ആ ബോധത്തിലോട് ചേർന്നിരിക്കുന്ന ആ ഹയർ കോൺഷ്യസ്നെസ്സും തമ്മിലുള്ള ആ സംവേദനമാണ്. അപ്പം ആ സംവേദനം അതുവാണോ നമ്മുടെ ഗോള്? അപ്പം ഒരു ഹയർ കോൺഷ്യസ്നെസ് പലതും നമുക്ക് പറയുന്നു, നമുക്ക് സത്യം ഇതാണ്, അതാണ്, ഇങ്ങനെ ആകണം. പക്ഷേ അവിടെയും ഡ്യുവാലിറ്റി ഉണ്ട്, രണ്ടായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതും അല്ല സത്യം. പിന്നെ ഗുരുജിയുടെ പ്രേമസാഗര തീരെ വരുന്നു. ജി പലപ്പോഴും പറയുന്നുണ്ട്, അതാണ് ആ പ്രേമസാഗരമാണ്. ആ പ്രേമസാഗരത്തിലാണ്
നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടതെന്ന്. നമ്മൾ തന്നെ സ്വയം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അത് വിചിന്തനം ചെയ്ത് നമുക്ക് നോക്കിയാൽ അറിയാം. എന്തൊക്കെ ധാരകളിലേക്ക് പോയി കഴിഞ്ഞാലും ഗുരു എത്തിക്കുന്നത് നമ്മൾ പ്രകടമായി കാണുന്നത് എന്താണ്? പ്രേമമാണ്. പ്രേമത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടോ? ആശയങ്ങളുടെ തടസ്സങ്ങളുണ്ടോ? രണ്ടായിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ? അതാണ് ഗുരു പറയുന്നത്. ഗുരു അവിടെ മൗനത്തിലേക്ക് പോകും. കാരണം ആ സത്തയെ ആർക്കും നിന്നിൽ പുറമേ നിന്ന് നിനക്ക് കൈപിടിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അത് നീ എത്തിച്ചേരേണ്ടതാണ്. ദൂരം താണ്ടേണ്ടതില്ല. കാരണം നീ അതാകുന്നു. ആ പരമമായ ആ സത്യമാണ് ഗുരുവിൻ്റെ ഓരോ വാക്കിലും, ആ നോട്ടത്തിലും, രചനയിലും, സങ്കല്പങ്ങളിലും എല്ലാം. കാരണം സത്യമേ പറയുള്ളൂ. അവിടെ സത്ത് മാത്രം നിലനിൽക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ആക്ച്വലി ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം രണ്ടുപേരും സംസാരിച്ചു, അമ്മയും സർജിയും സംസാരിച്ചു. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഗുരുജിയെ കണ്ടു. ഗുരുജിയെ കണ്ട ആ നിമിഷം തന്നെ ഇദ്ദേഹമാണ് എൻ്റെ മാസ്റ്റർ എന്ന് ആരോ മന്ത്രിക്കുന്നു ചെവിയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആദ്യമേ ഞാൻ എന്നൊരു ഹെഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ എന്നെപ്പറ്റി എൻ്റെ വിചാരങ്ങൾ, എൻ്റെ നിഗമനങ്ങൾ, ആശയങ്ങൾ ഇതെല്ലാം എഴുതി ഒരു 10 ഷീറ്റോളം വേണ്ടി വന്നു എന്ന് തോന്നുന്നു എന്നെപ്പറ്റി എഴുതാൻ. അപ്പം ഞാനത് ആ സമയത്ത് എഴുതി ഗുരുജിയുടെ കൊടുത്തിട്ട് ഗുരുജി അതിന് ആൻസർ ചെയ്തില്ല. പിന്നെ ഞാൻ എന്താ ഗുരുജി അഭിപ്രായം അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ ഗുരുജിയുടെ അടുക്കെ എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പോകുന്ന പോലല്ല തിരിച്ചു വരുന്നത്. കാരണം പൊട്ടിത്തെറി നടന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ അപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ആശയങ്ങൾ, എൻ്റെ നിഗമനങ്ങൾ അപ്പുറമാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം വന്നു. കാരണം എപ്രകാരമാണ് ഒരു ഹംസം പാലും ജലവും കലർന്ന അതിനകത്ത് പാല് മാത്രം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ഇത്രയും പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കാൻ കഴിയും? എന്തെല്ലാം നെഗറ്റീവ്സ് സംസാരിക്കാം, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കാൻ എങ്ങനെ ഒരാൾക്ക് കഴിയുന്നത്? അപ്പോൾ അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആശയങ്ങൾ, ഞാൻ കെട്ടിപ്പടുത്തിരിക്കുന്ന സൗധം ഞാൻ തന്നെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു സങ്കല്പമോ ഇല്ല. ഇത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ മാസ്റ്ററാണ് വന്നേക്കുന്നതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗുരുസങ്കല്പമോ ഗുരുവിനെ എങ്ങനെ കാണണമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ആദ്യം ഫീൽ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ സ്വതന്ത്ര ചിന്തയാണ് ആദ്യം വന്നത്. എനിക്ക് പലതിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച പോലെ ഒരു ഫീൽ വന്നു. കാരണം വെച്ചാൽ എപ്രകാരമാണ് ഞാൻ എൻ്റെ ആശയങ്ങളെ കൈവിട്ട്, എൻ്റെ വിചാരങ്ങളെ കൈവിട്ടു, എൻ്റെ നിഗമനങ്ങളെ കണ്ടുവിട്ട് ഞാൻ എൻ്റെ കണ്ടെത്തലുകളെ വിട്ടുകളഞ്ഞു. അപ്രകാരം എന്ത് ചെയ്തു? ഓരോന്നിൽ നിന്നും ഞാൻ റിലീസ് ചെയ്യപ്പെടുന്നതായിട്ട് ആദ്യം ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു സത്യം ഞാൻ അവിടെ കണ്ടത്. എങ്ങനെ ഇദ്ദേഹത്തിന് ഇത് ചെയ്യാൻ സാധിക്കുന്നു ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എന്തോ കളഞ്ഞപ്പോഴാണല്ലോ എനിക്കിത് സ്വീകരിക്കാൻ സാധിച്ചെന്നുള്ള ചിന്താഗതി മനസ്സിൽ രൂഢമൂലമായിട്ട് വന്നു. അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പരമഗുരുവിൻ്റെ കൃപാപാത്രമായി ലഭിക്കുന്ന ആ ടീച്ചിങ്സ് അപ്പുറം ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് അതിനപ്പുറം ചിന്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴും ആ രൂഢമൂലമായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്വാതന്ത്ര്യ ചിന്തയാണ് ഇപ്പോഴും എന്നെ നയിക്കുന്നത്. അപ്പോൾ എവിടെ എത്തിച്ചേരുമെന്നോ എങ്ങനെയായി തീരുമെന്നോ എന്നുള്ളൂ അതൊന്നും അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള ബോധ്യപ്പെടൽ നടന്നിട്ടുണ്ട്.
പക്ഷെ ഇത് ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിൽ രസകരമായ ഒരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എപ്പോഴോ ലൈബ്രറി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ എഴുതി കൊടുത്ത സംഭവം ഞാൻ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നു. എത്തിച്ചേർന്നപ്പോൾ എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞു, എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്, നശിപ്പിച്ചുകൂടെ എന്ന്. അപ്പൊ പറഞ്ഞ് ഞാൻ എന്നെ സമർപ്പിച്ചത്. അപ്പം മൈൻഡ് ഉടനെ വന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടു, ഇത് നശിപ്പിച്ച ഞാൻ എന്നെ പറ്റി എഴുതിയല്ലേ, ഞാൻ എന്നെ സമർപ്പിച്ച കാര്യങ്ങളല്ലേ എഴുതിയിരിക്കുന്നത്, ഇനി ഛർദ്ദിച്ച് ഒരിക്കലും ഭുജിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ തിരിച്ച് ഭദ്രമായിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് മാറി നിന്നുള്ള ഒരു വേറെ ഇൻസിഡന്റും ഉണ്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ ഇപ്പൊ വിഷയത്തെ പറ്റി എല്ലാം ഒന്നും സംസാരിച്ചു, കാരണം വിഷയത്തെ പറ്റി സംസാരിച്ച് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു സ്വാതന്ത്ര്യ ചിന്തയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചതും പറഞ്ഞതും. ഹരിയോം. ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത വായിച്ചപ്പോഴൊരു പ്രത്യേക അനുഭവമായിരുന്നു. അതിനെക്കുറിച്ച് അമ്മയും അതുപോലെ ശരത്ജിയും നന്ദൻജിയും ഒക്കെ സംസാരിച്ചു. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ക്ലാരിറ്റി വന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, അതായത് ഒരു സാധന യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെ, അതായത് ഫ്രം മീ ടു മീ, അത് വളരെ 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 മനോഹരമായിട്ട് ഗുരുജി ഇതിൽ വിവരിച്ചിരിക്കുന്നു. അതായത് നമ്മള് ഗുരുജിയുടെ ടീച്ചിങ്സിനെ കുറിച്ച് നമ്മൾ ആത്മവിചാരം നടത്താറുണ്ട്. പക്ഷെ അത് നമ്മളെ മനസ്സിന്റെ തലത്തിൽ നിന്നായതുകൊണ്ട് പലപ്പോഴും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോഴും നമ്മൾ വേറെ പല ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ആ ഒരു ആശയങ്ങളിലൊന്നും നമ്മൾ നമ്മുടേതായ ഒരു ഇന്റർപ്രിട്ടേഷൻസ്, എന്താ പറയാ, നിഗമനങ്ങളിൽ നമ്മൾ എത്തിയിട്ട് നമ്മൾ അവിടെ കുടുങ്ങി പോകാൻ പാടില്ല. പിന്നീട് അവസാനം വരുമ്പോൾ, അതായത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതായത് ആ ചിന്തിച്ച് ഒടുവിൽ ആ സ്വാതന്ത്ര്യം, എനിക്ക് സ്വതന്ത്രമാകണം എന്നുള്ള ഒരു ആശയം വരുന്നത് മനസ്സിൽ നിന്നാണ്. ഇപ്പൊ ഇന്നലെ സ്വാമിനിയമ്മ പറഞ്ഞു തന്നതുപോലെ, അതായത് മനസ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അത് ചിലപ്പോഴും നമുക്കത് ഉപകാരപ്പെടും. അപ്പൊ ഈ മനസ്സ് തന്നെയാണ് ആ സ്വതന്ത്രമാകണം എന്നുള്ള ഒരു ചിന്ത നൽകുന്നത്. പക്ഷെ മനസ്സല്ല നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. അപ്പൊ ആ സത്ത തന്നെയാണ്. പക്ഷെ സത്തയിലേക്ക് നീങ്ങുമ്പോൾ നമ്മളെ എല്ലാ ധാരണകളെയും നമ്മൾ ആശയങ്ങളെ എല്ലാം ഒഴിവാക്കി അവസാനം നിരീക്ഷകനും കൂടെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴ് അവിടെ നിശബ്ദത മാത്രം. അതായത് മുൻപൊരു സത്സംഗത്ത് കേട്ടത് ആ ഒരു ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഗുരുജി പറയാറുള്ളത്, ആ ഒരു ഉള്ളിയുടെ ഓരോ പാളിയും പൊളിച്ച് ഉപേക്ഷിച്ച് പോകുമ്പോൾ അവസാനം എത്തിച്ചേരുന്ന പോലെ, അതായത് ആ സത്തയിലേക്ക് എത്തുമ്പോൾ അവിടെ മൗനം മാത്രമേ, മൗനത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷെ മൗനമല്ല ലക്ഷ്യം. എല്ലാം നമ്മൾ ആ മനസ്സിന്റെ തലത്തിൽ നിന്ന് എല്ലാം ഒഴിവാക്കി, ആശയങ്ങളായാലും ചിന്തകളായാലും എന്താ പറയാ ഇന്റർപ്രിട്ടേഷൻസ് ആയാലും എല്ലാം ഒഴിവാക്കി പോകുമ്പോൾ അവസാനം എത്തുന്നത് മൗനത്തിലാണ്. പക്ഷെ അത് മാത്രമല്ല, അതല്ല ലക്ഷ്യം. ആ നിശബ്ദതയിൽ നിൽക്കുക. ഇപ്പൊ നമ്മളെ അനുഭവം പറയുമ്പോൾ നമ്മൾ പൊതുവെ സാധന ചെയ്യുമ്പോൾ നമ്മൾ സൈലൻസിലേക്ക് പോകുന്നു. ആ സൈലൻസിൽ എത്രമാത്രം നമ്മൾക്ക് നിൽക്കാൻ പറ്റുമോ അത്രയും അത് ഈ സത്തയിലേക്ക് ലയിക്കാൻ നമുക്ക് സഹായിക്കുന്നു. അതായത് നമ്മൾ പ്യൂരിഫൈ ചെയ്യണമല്ലോ. ഇതിലിപ്പോ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ചിന്തകളെ എല്ലാത്തിനെയും ഒഴിവാക്കി അവസാനം എത്തിച്ചേരുന്ന ആ ഒരു നിശബ്ദത അവിടെ വേണം. അതിന് തൊട്ട് മുമ്പ്, ആ ലക്ഷ്യത്തിന് തൊട്ട് മുമ്പ് നിശബ്ദത ആവശ്യമാണ്. ആ നിശബ്ദതയിൽ ഇരുന്നാൽ പിന്നെ നമ്മൾക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല. അത് ഗുരു കൃപയാണ്. അത് ആ സത്തയെ എന്താ പറയാ, നമ്മുടെ ആ ബോധത്തെ ശുദ്ധീകരിച്ചെടുത്ത ആ സത്തയെ, ആ പരമമായ സത്തയിൽ ലയിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. സൈലൻസിൽ നിൽക്കുക. അപ്പോ
ആ സത്തയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് ആ തിരിച്ചു വരവില്ലാത്ത യാത്രയാണല്ലോ. അപ്പൊ സത്തയെ കുറിച്ച് ആർക്കും ഒന്നും പറയാനോ വിവരിക്കാനോ ഒന്നും പറ്റില്ല, അത് അനുഭവിക്കേണ്ടതാണ്. അപ്പൊ സത്തയിലെത്താനുള്ള വഴി വളരെ വ്യക്തമായിട്ട് ഇതില് ഗുരുജി പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ ഇന്നലെ സ്വാമിനിയമ്മ പറഞ്ഞ ആ സൈലൻസ്, അത് ഇന്ന് ഒന്നുകൂടി വ്യക്തമായി കിട്ടി. അത് എവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആ സൈലൻസിലേക്ക് പോരുന്നത്, ആ സൈലൻസ് എങ്ങനെയാണ്, ആ സൈലൻസിൽ ഗുരുകൃപ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെ നമ്മൾ അറിയാതെ അതിന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പരമമായ സത്തയിലേക്ക് എത്തിക്കഴിയും. പിന്നെ അവിടെ എത്തിക്കഴിയുന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്തതാണ്. കാരണം പിന്നെ ഒന്നുമില്ല അവിടെ, നമുക്ക് നമ്മളില്ല അവിടെ സത്ത മാത്രമേ ഉള്ളൂ. അപ്പോ അത് ആ തുടക്കം മുതൽ അവസാനം വരെ ഒരു സാധകന്റെ യാത്ര, തുടക്കം മുതൽ അവസാനം വരെ ആ ലക്ഷ്യം വരെ വളരെ വ്യക്തമായിട്ട് ഇതില് ഗുരുജി പറഞ്ഞു തന്നിരിക്കുന്നു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇതില് എനിക്കൊരു സംശയം എന്ന് സായി സംസാരിക്കുന്നോ? സായി ബർക്കിലാണ്. സായി ഉണ്ടോ? ഇല്ല, ഞാനുണ്ട്. സ്വാമിനി അമ്മ സംസാരിച്ചോളൂ, ശരജി സംസാരിച്ചാൽ മതി കേട്ടോ. ഡീപ്പർ സബ്ജക്റ്റ് ആണ്. അല്ല അമ്മേ, ഇതിൻ്റെ അകത്തൊരു ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ ഗുരു പറയുന്നില്ലേ ഗുരുവിൻ്റെ നിശബ്ദത. നിങ്ങൾ ആ സത്തയിലേക്ക് അടുക്കുമ്പം ഗുരു നിശബ്ദതയിലേക്ക് പോവുകയാണ് അല്ലേ? അപ്പം ഇപ്പം ഗിരിധരൻ സാറും ആ ഒരു സൈലൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പിന്നെ നമുക്കെല്ലാം അറിയാമെന്ന് നമ്മൾ പറയില്ല. കാരണം ഇവിടെ പറഞ്ഞ പോലെ, ഇപ്പം ഗുരുജി ഇതിനകത്ത് പറഞ്ഞതുപോലെ, നമ്മള് പിന്നെ ഈ കുറച്ചുകൂടെ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതായത് കുറച്ചുകൂടെ വേറെ ഒരു തലത്തിലോട്ട് പോകുമ്പം ബേസ് മൈൻഡ്, മനസ്സിൽ നിന്ന് ഒരു ഉയർന്ന മനോതലവും എന്നിട്ട് കുറച്ചുകൂടെ അന്ധകരണ ശുദ്ധീകരണവും നടക്കുമ്പം നമ്മള് അങ്ങോട്ട് പോകുമ്പം എങ്കിലും ശകലമെങ്കിലും ഈ മനോവൃത്തികൾ ഉണ്ടെങ്കിൽ അത് പിന്നെ അതിനെ പിന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു കോൺഷ്യസ് എഫേർട്ട് നമ്മൾ ചെയ്യുന്നത്, അത് ശരത്ജി മനസ്സിലാക്കി കാണും. നമ്മുടെ പാതഞ്ജലി യോഗസൂത്രം പഠിച്ചപ്പം ആ വൃത്തികൾ, മനസ്സിന്റെ പ്രവൃത്തികൾ അത് നടക്കും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് നടക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടലില്ലാതെ വൈരാഗ്യ അഭ്യാസത്തോട് നിൽക്കുക. അത് അതിന്റെ ഇതിന് പോട്ടെ. പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കും? നമ്മള് എന്താണ് അങ്ങോട്ട് പുറമോട്ട് നോക്കാതെ നമ്മൾ ഇങ്ങനെ വരുന്നു എന്നൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോഴേ, ഈ പറഞ്ഞ പോലെ ഈ ഗുരുജി ഇന്ന് പറഞ്ഞത് കണ്ടില്ലേ, വിചാരം ചെയ്യുമ്പം നമുക്ക് വേറെ ഒരു പിന്നെ ആശയം വന്നാൽ ആ ആശയത്തിന്റെ പിന്നെ ഉള്ള നിഗമനങ്ങൾ വരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോ ഞാൻ ഇത് കേട്ടപ്പം പിന്നെ ഗുരുജി നമ്മളോട് പറയും ടോക്ക് ചെയ്യാൻ. പക്ഷെ അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇതല്ലേ, ആ നിഗമനങ്ങളും മറ്റേതും ഒക്കെ അതിന്റെ പിന്നാലെ പോകുമല്ലേ. എങ്കിലും ഞാൻ അതിൽ കൂടുതൽ അങ്ങ് ഇൻവോൾവ് ആകാതെ ഞാൻ പറയാൻ ശ്രമിക്കാം. കൂടുതലായി ഞാൻ ഇൻവോൾവ് ആകുന്നില്ല. ഞാനിപ്പം വാദിക്കാനും അമ്മ ഇപ്പൊ പറഞ്ഞതില് സോറി ഫോർ ഇന്റർഫിയറിങ്, ബട്ട് ലെറ്റ് മീ സേ, പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കരുതെന്ന് വെച്ചാൽ മേ ബി ഇപ്പം വിറ്റ്നസ്സർ ഷുഡ് ബി ലൈക്ക് പറഞ്ഞിട്ടുണ്ട്, വിറ്റ്നസ്സർ ഷുഡ് നോട്ട് bring attributes to it. Witnesser should be a witnesser just looking at those thoughts.
അങ്ങനെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് പുറകോട്ട് നോക്കലെന്ന് പറഞ്ഞാൽ ഫ്രം വേർ ഇറ്റ് ഹാസ് കം. പക്ഷെ അങ്ങനെ സാധിക്കുമോ? നമ്മൾ എപ്പോഴും ചോദിക്കില്ലേ, എൻ്റെ ഈ തോട്ട്സ് എങ്ങനെ വരുന്നു, എവിടെ നിന്ന്? പക്ഷെ അതും വരില്ല അല്ലേ, ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയേഴ്സ്. അല്ല, അത് ചില ഗുരുക്കന്മാർ ഇതും പറയും, ഈ ആത്മവിചാരത്തിൽ തന്നെ പറയുന്നുണ്ട്. അല്ല നിങ്ങള് നമ്മൾ പിന്നെ അല്ല ഹൗ ഇറ്റ് ഹാപ്പൻസ് ഇസ്, അല്ല അമ്മ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ചിലവർ പറയുന്നുണ്ട് നിങ്ങൾ ആ തോട്ടിനെ നിരീക്ഷിക്കണം, പുറകോട്ട് പോകണം. പക്ഷെ ആ പുറകോട്ട് പോകരുത്. കാരണം ഗുരു എന്നെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഈ ഇപ്പോൾ പണ്ട് നമ്മൾ ഇപ്പം നമുക്ക് ഇപ്പം വെജിറ്റേറിയൻനെസ്സൊക്കെ നമുക്ക് ഇപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് നോൺ വെജ് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞാൽ വൺ ഡേ എവറിത്തിങ് ഡിസപ്പിയേഴ്സ്. ഇപ്പോൾ ഫീലിങ്സ് ആയാലും നമ്മുടെ ഓരോന്നായാലും ഇൻ ദ പാത്ത് ഓഫ് ദിസ് തിങ് എവറിത്തിങ് ഡിസപ്പിയേഴ്സ് ബൈ ഇറ്റ് സെൽഫ്. ഇറ്റ് ഹാപ്പൻസ്. അത് ഒരു കോൺഷ്യസ്, നമ്മൾ പറയുന്നത് ഗുരു പറയുന്ന, ഞാൻ എന്നെ മനസ്സിലാക്കിയത് ഗുരു പറയുന്നത് അനുസരിച്ച് പോകുന്നു. ആൻഡ് ഇൻ കോഴ്സ് ഓഫ് ടൈം ഇറ്റ് ഡിസപ്പിയേഴ്സ് ഓട്ടോമാറ്റിക്കലി. അതായിരിക്കും അമ്മയെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനെ ചികയുന്നില്ലല്ലോ, നമ്മൾ ചികയുന്നില്ല. തിരിയാതെ ബാക്കിൽ കുടുങ്ങാതെ, കാരണം അത് ഇറ്റ്സ് എ ബർഡൻ. ബിക്കോസ് ഇഫ് യു ഹാവ് ടു ഗോ ഫോർവേഡ്, യു ഹാവ് ടു ഗോ ലൈറ്റ്. ഒന്നും ഇല്ലാതെ പോണ്ടേ, അഭിലാഷങ്ങൾ ഇല്ലാതെ പോണ്ടേ, അതിന്റെ കെട്ടുപാടൊന്നും ഇല്ലാതെല്ലാം അങ്ങോട്ട് പോകണ്ടേ. അപ്പൊ അതെല്ലാം ബാക്ക്ലോഗ് എടുത്തുകൊണ്ട് നമ്മൾ പോകാൻ പറ്റും. അത് മാത്രമല്ല, ഇതിനൊന്നും ഒരു വ്യാഖ്യാനവും കൊടുക്കരുത്, നിഗമനങ്ങൾ എന്ന് പറഞ്ഞില്ലേ. കാരണം നമുക്കിത് എടുത്ത് കളയാൻ പറ്റൂല. നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഒരു കാരണവശാലും ഇതിനെ എടുത്ത് കളയാൻ പറ്റൂല. നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആയിട്ട് ഇതിനെ നമ്മൾ പിടിക്കാൻ നോക്കുന്നോ അത്രമാത്രം നമ്മൾ കൂടുതൽ ടൈറ്റ് ആവും. എന്നാൽ പെരുമ്പാമ്പിനെ കണക്കില്ലേ, നമ്മൾ എത്രത്തോളം കൂടുതൽ കുരുങ്ങും. അപ്പം എൻടാങ്കിൾമെന്റിൽ നെവർ ടു ശ്രദ്ധിക്കുക, അതിന് നമ്മൾ പോവുക. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പലപ്പോഴും ഗുരുജി പറയുന്നില്ലേ, ജസ്റ്റ്. അപ്പം അതാണ് അവസാനം ഗിരിധരൻ സാറ് പറയുന്നുണ്ട്, ദാറ്റ് ഇസ് ദാറ്റ് കൃപ. അപ്പം എനിക്ക് ഈ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു, കൃപ എന്ന്. പക്ഷെ ഗുരു പറയും, ഗുരു കൃപയും ഇല്ല എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം നിങ്ങൾ പറയുന്ന കൃപയും മിഥ്യയാണെന്നാണ് ഗുരു പറയുന്നത്. അല്ല, ഗുരുജി പറഞ്ഞു നിങ്ങൾ ഈ പറയുന്ന കൃപയും ഗുരുകൃപ എന്നൊക്കെ പറയുന്നത് തന്നെ മിഥ്യാധാരണ എന്നൊക്കെയാണ് ഗുരുജി പറയുന്നത്. അപ്പൊ ഇത് അതൊരു സാധകനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ്, അതാ പറയുന്നുണ്ട്. അതെ, പക്ഷെ ഹൗ ക്യാൻ വി ഡിനൈ ദാറ്റ്? അപ്പം സാറും പറയുന്നത്, കാരണം ഈ എൻടാങ്കിൾസ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. അത് നമ്മൾ വിചാരിച്ച് ഇതുവരെ നടന്നിട്ടുള്ളത് വിചാരിച്ചിട്ടൊന്നും കളഞ്ഞിട്ടില്ല. ഇത് നമ്മൾ അറിയാതെ തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ്. ഇല്ല, ഒരു കോൺഷ്യസ് എഫേർട്ട് നടത്തുവാണെങ്കിൽ നമ്മൾ അതിന് ഇന്റലക്ച്വൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കണം. അത് അത്യാവശ്യമാണ്. ഇന്റലക്ച്വൽ ഇത് നമ്മൾ അതാണ് ഇന്റലക്ച്വൽ എഫേർട്ട് എന്ന് പറയുമ്പം അവിടെ ഇന്റലക്റ്റ് വരുന്നത് എന്താണ്? ഞാൻ ചെയ്തു, ഐ ഡിഡ് ഇറ്റ്, അത് വരരുത്. അവിടെ അത് വന്നു കഴിഞ്ഞാൽ യു ആർ ഇൻ ട്രബിൾ അല്ലേ? അതൊന്ന് ക്ലാരിഫൈ. ഓക്കെ, അതായത് ഈ ഗുരുകൃപ എന്ന് പറയുമ്പോഴേ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്ക് മാത്രമല്ല, ഗുരുജിയുടെ കയ്യിലെ ഒരു ഉപാധിയായിട്ട് നമ്മൾ ഡുവർഷിപ്പ് ഇല്ലാതെ വരുമ്പോഴേ നമ്മൾ വി ആർ ആക്ടിങ് ആസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗുരുജി. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെ ബൈ ദ ബ്ലെസ്സിങ് ഓഫ് ഗുരുജി നമുക്ക് ഇത്രയൊക്കെ പറയാൻ സാധിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മളാ ഗുരുവിന്റെ മുമ്പിൽ ഒരു ഒഴിഞ്ഞ പാത്രമായിരിക്കുക എന്നുള്ള അതുപോലെ നമ്മൾ പലതും ഒക്കെ ഗുരുജി പറയുന്ന ടീച്ചിങ്സ് ഒക്കെ മനസ്സിലാക്കി അതിന് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാതെ ഇങ്ങനെ ഫ്ലോ ആയിട്ട് പോയി അവസാനം എത്തുമ്പോഴെല്ലാം ഇല്ലാതാവുന്ന ഒരവസ്ഥയിൽ നമ്മളങ്ങനെ നിന്നു കൊടുക്കുക. നമ്മൾ ആ ഒരു സൈലൻസ്, നിശബ്ദത എന്ന് പറയുമ്പോൾ മനസ്സിന്റെ നിശബ്ദതയാണല്ലോ അല്ലേ അമ്മേ? എന്ത് ഇളക്കം ഉണ്ടെങ്കിലും നമ്മൾ ട്രബിൾഡ് ബൈ ഇറ്റ്, അത്രേ ഉള്ളൂ. അതിനെ നിർത്താൻ പറ്റത്തില്ല. നിശബ്ദത എന്ന് പറയുമ്പോൾ ആ സെൻസ് ഓഫ് ഡൂവർഷിപ്പ് ഇല്ല, ഹോട്ടലില്ലാതെ അതിങ്ങനെ സെൻസ് ഓഫ് ഡൂവർഷിപ്പ്. പക്ഷെ എനിക്ക് സംശയം അതുമല്ല. ഗുരു അവിടെ പറയുന്നു
ഗുരു നിശബ്ദനാകുന്നു. അത് എനിക്ക് ഞാൻ പറയുന്നത് കാരണം ശരിയാണോ ആ എന്നറിയില്ല. എനർജിയുടെ എനർജി ലെവൽ അങ്ങനത്തേതാണ്. ആ എനർജി ലെവൽ അങ്ങനത്തെയാണ്. ആൻഡ് ഇറ്റ് ഇസ് Guru is also the reason is not that Guru is not that bodham. He is also bodham. But the thing is, it is in your നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഒരു ചാൻസ് തരണ്ടേ എക്സ്പീരിയൻസ് ചെയ്ത്. ഗുരു നിശബ്ദനാവെന്ന് പറയുമ്പോൾ അമ്മേ, ആ വിറ്റ്നസർ, ആ ഹയർ കോൺഷ്യസ്നസ് അത് അവിടെ ഓഫ് ആവുകയാണ്. വിറ്റ്നസർ ഇസ് ഡൈയിങ്. വിറ്റ്നസർ ഇസ് ഡൈയിങ്. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലോ ഗുരു എന്ന് പറയുന്നത്, ഇപ്പം ഗുരു എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ബാഹ്യം ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. എന്താ എൻ്റെ ലക്ഷ്യം? നിങ്ങളെ ആന്തരിക ഗുരുവിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. നിന്നിൽ അപ്പം നിന്നിൽ ആ ഹയർ കോൺഷ്യസ്നെസ് ഉണരുവാണ്. പക്ഷേ ഈ ഹയർ കോൺഷ്യസ്നെസ് ഇപ്പം അമ്മ ഇപ്പം ഇന്നലെയൊക്കെ പറഞ്ഞ കണക്ക് എനിക്ക് അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊന്നും അല്ലല്ല കിട്ടിയിട്ടില്ലെന്നല്ല അമ്മ, കിട്ടിയിട്ടില്ലെന്നല്ല. അല്ലല്ല അഹംഭാവം എന്ന് പറയുന്നതല്ല അമ്മ. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും അതിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് ആർക്കും ഡിനേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്നത്, ഗുരുപാദുകങ്ങളിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും നിൽക്കുന്നത് ആ കൃപയാവുന്ന ഹയർ കോൺഷ്യസ്നെസ്സിലാണ്. അത് ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അനുഭവിച്ച സത്യങ്ങളാണ്. അപ്പം അതിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല, അതുണ്ട്. പക്ഷെ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നില്ല. കാരണം അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നില്ല. പക്ഷെ ഗുരു ആ പറഞ്ഞു പോകുന്നത്, എവിടെയോ ഒരു അവസ്ഥ വരും, ആ പറയുന്ന സോ കോൾഡ് ഈ ഹയർ കോൺഷ്യസ്നെസ്സെന്നോ അല്ലെങ്കിൽ വിറ്റ്നസ്സെന്നോ ഈ അവബോധമെന്നോ ഒക്കെ പറയുന്നതും ഇതും ഇല്ലാത്താവുന്ന എന്തെങ്കിലും ഒരു അതാണ് ദ ഗുരു ബിക്കംസ് സൈലൻറ്റ് ബിക്കോസ് യു ആർ ദാറ്റ്. അതാണ് എല്ലാത്തിലും ഗുരു അവസാനം വന്ന് നിർത്തുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുവാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ഫുൾ സ്റ്റോപ്പ് സൈലൻസിൽ നിൽക്കണം, അതേ ഉള്ളൂ. അതെ, ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുക, അതേ ഉള്ളൂ അല്ലേ? അതെ. ഹരിയോം, ഞാൻ സംസാരിച്ചോട്ടെ? അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഗുരുജിയുമായിട്ട് സംസാരിച്ച സമയത്ത് ഗുരുജി നമ്മളോട് പറയുകയുണ്ടായി, ഒരു ഗുരു ശിഷ്യനെ അനുഗ്രഹിക്കുന്നുമില്ല, ശപിക്കുന്നുമില്ല. അപ്പൊ ഇതിപ്പോഴും എന്റെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അപ്പം ചിന്തിക്കുന്നുണ്ട്, എപ്പോഴും ചിന്തിക്കുക. അപ്പൊ നമ്മൾ പക്ഷെ പറയുന്നുണ്ട് ഗുരുവിന്റെ കൃപയ്ക്ക് പാത്രമായി നിൽക്കുന്നു. ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഗുരുവിന്റെ ടീച്ചിങ്സ് ആണ് നമ്മുടെ കൃപ, നമുക്ക് ലഭിക്കുന്ന കൃപ. ആ ഗുരു നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നതാണ് അദ്ദേഹം ചെയ്യുന്ന കൃപ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ഇത് പക്കയായിട്ട് നമ്മളോട് പറഞ്ഞതാണ് ഒരു സന്ദർഭത്തില്, അനുഗ്രഹിക്കുന്നില്ല, ശപിക്കുന്നുമില്ല എന്ന്. അപ്പം ആ ഒരു തോട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ റേസ് ചെയ്ത് വരും, ഗുരുജി എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന് വരാറുണ്ട്. പിന്നെ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വന്നാല്, ഈ അവിടെ ഗുരുജി തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ആ ധ്യാനാത്മക മനസ്സിനും ഒക്കെ അപ്പുറം നിൽക്കുന്ന നിരീക്ഷകനും അസ്തമിക്കുന്ന ഇടത്ത് നിന്നാണ് ആ യഥാർത്ഥ സത്ത ആരംഭിക്കുന്നത് എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും ഗുരുജി ഒരു കാര്യം കൂടെ, നിശബ്ദത ഇരിക്കുന്നിടത്തും അല്ല സത്ത ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് നിശബ്ദതയ്ക്ക് അപ്പുറമാണെന്നുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇപ്പൊ പറയും ഗുരു നിശബ്ദത ഭഞ്ചിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാവാൻ, ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാല് നമുക്ക് ഒന്നുകൊണ്ടും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നത് കൊണ്ട് അവിടെ ഗുരു നിശബ്ദനായിരിക്കും. സത്യത്തില് ഗുരുജി തന്നെ പറയുന്നുണ്ടല്ലോ, എന്നെ ഒരു പാലമായിട്ട് കണ്ടാൽ മതിയെന്ന്. അപ്പൊ ആ പാലത്തിനപ്പുറം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെയും നമ്മള് എന്ത് ചെയ്യണം, കളയണമെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അതിന്റെ വാക്കുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല.
ഗുരുവിനെയും വിട്ട് കളയണമെന്നാണ് ഗുരുജി പറയുന്നത്. സതിയനെ ഒരു പാലമായിട്ട് കണ്ടെങ്കിൽ നമുക്ക് ആ പാലം അപ്പുറത്ത് കടന്നു കഴിയുമ്പോൾ നമ്മള് ഇപ്പുറത്തോട്ട് നോക്കി നിൽക്കുകയില്ലല്ലോ, മുന്നോട്ട് സഞ്ചരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്നെ ഒരു പാലമായി കണ്ടു എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു ഞാൻ ഏതോ ബുക്കിലോ ഇനി ഗുരുജി തന്നെ പറഞ്ഞിട്ടാണെന്ന് അറിയില്ല, വായിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഗുരുവിന്റെ ആ അവസ്ഥയിൽ ആ ശിഷ്യൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടില്ല, അവിടെ ഒന്നാണ്. അപ്പോൾ പിന്നെ അവിടെ ആ നിശബ്ദതയല്ലേ ഉണ്ടാവുള്ളൂ, അതല്ലേ അതിന്റെ സത്യം. ആ നിത്യസത്യത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടില്ല, ഒന്നാണ്. അപ്പൊ ഗുരു നമ്മളെ നോക്കി നിശബ്ദതയോടെ നോക്കുന്നത് നമ്മളിലെ ആ ശുദ്ധമായ ബോധത്തെ നോക്കിക്കൊണ്ടായിരിക്കും നിശബ്ദനായി ഇരിക്കുന്നത്. പക്ഷെ നമ്മളെ ഇന്റർപ്രിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അങ്ങനെ ആ ബോധ്യപ്പെടലോട്ട് പോകുന്നതെന്നാണ് തോന്നുന്നത്. അത്രയെങ്കിലും ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ഇതിനും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വല്ലതും അറിയായിരുന്നോ? അപ്പം നമുക്ക് ഒരു പോയിന്റ് ഇപ്പം മനസ്സിൽ തോന്നിയതാണ്. ഗുരുജിയുടെ ധ്യാനകഥയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ധ്യാന സാധകൻ ഗുരുവിനോട് ഒത്തു കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഗുരുവിന്റെ രുചി തന്നെ ആ സാധകന്റെ രുചിയായി മാറി. അവസാനം ഗുരുജിയുടെ ഭക്ഷണങ്ങൾ തന്നെ, ഗുരുജിയുടെ ചിന്തകൾ തന്നെ സാധകന്റെ ചിന്തകളുമായി. ഒടുവിൽ അവര് രണ്ടും ഒന്നായി, ഓങ്കാരമായി. അപ്പൊ ആ നിശബ്ദതയില് സാധകനും ഗുരുവും എല്ലാം നിശബ്ദതയിലാകുമ്പോൾ അവിടെ ആ ഗുരുവിന്റെ ബോധവും സാധകന്റെ ബോധവും എല്ലാം ലയിച്ച് പിന്നെ അവിടെ നിശബ്ദത മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുമോ? അത്രേ പറ്റുള്ളൂ. വേറെ നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് എത്ര പറഞ്ഞാലും എത്തത്തില്ല. അതെ, അതിന് അതീതമാണെന്ന് പറയുന്നു. അപ്പൊ അതും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അല്ല, അതെങ്ങനെ പറയാൻ പറ്റും? ഈ പറയുന്ന സകല പ്രപഞ്ചവും ഉത്ഭവിച്ചിരിക്കുന്നത് അതിൽ നിന്നാണ്. നമ്മൾ ഈ ഭൂമി വലുതാണെന്ന് കാണുന്നു. ഇപ്പം ഈ സയൻസ് തന്നെ പറഞ്ഞിരിക്കുന്ന ഈ ഗാലക്സി എത്രയോ ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് സഞ്ചരിച്ചാൽ പോലും എത്തില്ല എന്ന് പറയുന്നത് എൻ്റെ എൻഡ്. അത്രയാണ് ശാസ്ത്രം ഇന്നിപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും നിൽക്കുന്ന എന്താ വിശ്വപ്രപഞ്ചത്തിനും അപ്പുറമായിട്ടിരിക്കുന്ന ആ സത്യയെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളിൽ നമുക്ക് എങ്ങനെ, നമ്മൾ എത്ര ശ്രമിക്കാൻ തന്നെ അത് പറ്റില്ല. അപ്പോൾ പക്ഷേ ദർ ഇസ് സംതിങ് ബിയോണ്ട് അസ്. അതാണ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ എത്തേണ്ടത്. അപ്പം നമ്മളെ പക്ഷെ ഈ പറഞ്ഞ ലൈറ്റ് ഇയേഴ്സ് ഗാലക്സിക്ക് അപ്പുറം നമ്മുടെ അഹം വളർത്തി വെച്ചേക്കുവാണ്. എന്തോ ചെയ്യാനോ പിന്നെ അത് സൂപ്പറായിട്ടുണ്ട്. നമുക്ക് മാറ്റാൻ വേണ്ടിയാണല്ലോ ഗുരുജി, ഇതൊക്കെ മാറ്റിയെടുക്കാനാണല്ലോ ഗുരുജി നമ്മളെ ഇങ്ങനെയൊക്കെ സഹായിക്കുന്നത്, ഈ ഒരു ഗ്രൂപ്പിലെ ഈ ഡിസ്കഷനൊക്കെ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസാനത്തേതെന്ന് പറഞ്ഞാൽ നിശബ്ദരായിരിക്കുക ഗുരുജിയുടെ അല്ലേ. ബാക്കി അവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കുക, ഈ ചിന്തകളും ഇന്റർപ്രിറ്റേഷൻസും. കാരണം നിശബ്ദമായിരിക്കുക, സത്യം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വീണ്ടും ആ നിശബ്ദതയെ ബ്രേക്ക് ചെയ്യാതിരിക്കുക. അത് നിശബ്ദതയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിശബ്ദത ആയിട്ടിരിക്കുക. ആക്ച്വലി ശരിക്കും ഈ ഡിസ്കഷൻ ഗ്രൂപ്പ് തുടങ്ങിയത് നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മുന്നോട്ട് പോകും തോറും ആ ലിമിറ്റഡ് ആണ് എന്നുള്ളതിനെ പറ്റി പല ഘടകങ്ങളും നമ്മളെ ലിമിറ്റഡ് ആണെന്നുള്ള തോന്നല് നിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് ശരിക്കും. അപ്പം നമുക്ക് നിർത്താം. സായി പറഞ്ഞോ. ഇതിലെ നമ്മുടെ സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്, സുഷുപ്തി അത് നമ്മൾ അറിയുന്നില്ല, നമ്മൾ രണ്ടായിരിക്കുന്ന ഒന്നും അറിയുന്ന സ്വാഭാവികമായിട്ട് നമ്മളിൽ സംഭവിക്കുന്നതാണ് ഒരവസ്ഥ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്ക് സ്വാഭാവികമായി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മൾ ഇങ്ങനെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞേ സായി, ആ പാട്ട് ഒന്നുകൂടെ പറഞ്ഞേ. അത് നമ്മളിപ്പം സുഷുപ്തി അവസ്ഥയിൽ ഉറങ്ങുകയാണ്.
പക്ഷെ അതെ നമുക്ക് ഒന്നും നമ്മളപ്പം നമ്മൾ രണ്ടാണെന്നോ ബോഡി ആണെന്നോ ഒന്നും അറിയില്ല. എല്ലാം മാറ്റി വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഒരു ഉറക്കം സംഭവിച്ചു. അതെ പക്ഷെ നമ്മള് ആ സമയത്ത് നമ്മൾ സുഷുപ്തിയിലാണെന്ന് നമുക്ക് പോലും അറിയില്ല. അല്ല പക്ഷെ അങ്ങനെയാണല്ലോ. പക്ഷെ സുഷുപ്തി എന്ന് നമ്മളാണ് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത്. വേദാന്തത്തിൽ സുഷുപ്തി എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് സ്ലീപ്പാണ്. ടോട്ടലി അവെയർ ആണ്. ടോട്ടലി ഒരു അവെയർ ആയിട്ടുണ്ടുള്ള അത് ഓഫായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. യു ആർ ഇൻ ടോട്ടൽ അവെയർനെസ്. മറ്റേതൊരു ഡ്രീം സ്റ്റേറ്റിലാണ് നമ്മൾ ഈ പറയുന്നത് ഞാൻ നന്നായിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത്. മറ്റേത് യു ആർ ഇൻ എ കോൺഷ്യസ്. അപ്പോൾ ദാറ്റ് ഈസ് ദ മൈൻഡ് ടോട്ടലി സ്വിച്ച് ഓഫ് ആൻഡ് യു ആർ ഇൻ ദാറ്റ് അവെയർനെസ്. അതല്ലേ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അപ്പൊ ആ അവയർനെസ് നമ്മൾ എല്ലാരും ഡീപ് സ്ലീപ്പിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ വല്ലതും കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അതായിരിക്കും ഈ ഗുരുജി സൈലൻസ് ബിയോണ്ട് എന്ന് പറയുന്നത് ഒക്കെ അങ്ങനെ ആയിരിക്കും. ആർക്കറിയാം? ദൈവമേ, എനിക്കറിയില്ല. കാരണം നമ്മൾ ഗാഠനിദ്രയിൽ നമ്മൾ ഒന്നും അറിയുന്നില്ലല്ലോ. ഗാഠനിദ്രയിൽ പിന്നെ ഒരു കാര്യം, ഗാഠനിദ്രയിൽ ഉണരുന്നുണ്ട്, എങ്ങനെയോ ഉണരുന്നുണ്ട്. അപ്പൊ അവിടെ ആ കോൺഷ്യസ്നെസിന്റെ എന്തോ ഒരു ഫങ്ഷനിങ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ശരിയാണ്. ആ കാരണം വെൻ യു വോണ്ട് ടു അവേക്കനിങ് ചെയ്യുന്നത് നമ്മളായിട്ടല്ലല്ലോ. ആ ഒരു ലെവലിൽ നിന്ന് ഏതാണ്ടോ ഒന്ന് ട്രിഗർ ഓഫ് ചെയ്തിട്ട് നമ്മൾ എണ്ണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് സെൻസറി അതീന്ദ്രിയമായിട്ടുള്ള ഒരു തലമാണത്. അത് നമുക്ക് സെൻസസും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ഈ അന്ധകരണം കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് കോൺഷ്യസ്നെസ് തന്നെയാണ്. അത് കോൺഷ്യസ്നെസ്സിന്റെ ഒരു ഐഡിയ തരുന്നതാണത്. പറഞ്ഞ പോലെ നമ്മുടെ നിത്യ അനുഭവത്തിൽ നിന്നും കിട്ടുന്ന ഒരു ഹിന്റാണ്. അല്ല, എനിക്ക് തോന്നുന്നു സായി പറഞ്ഞത് ഈ സുഷുപ്തിയാണോ ഈ അവസ്ഥയെന്നാണ് തോന്നുന്നു സായിയുടെ ചോദ്യം. ഞാൻ ഇടയ്ക്ക് അത് തന്നെ ഏകദേശം അതുപോലെ എനിക്കും ഒരു സംശയം ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഗുരുവിനോട് ചോദിക്കാം സായി. എനിക്കൊരു ചിലപ്പോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ഗുരുവിനോട് ചോദിക്കാം. ഈ ചോദ്യം എഴുതിയിട്ടുള്ളൂ. ഹരിയും ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. അപ്പൊ ഇതിനകത്ത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ 3 അവസ്ഥകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരീരബോധമുണ്ട്, അന്ധകരണ ഘടകങ്ങളും ഓണാണ്. അപ്പം നമ്മള് അവിടെ ആ ബോധത്തിലോട്ട് നല്ല അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. എന്നാൽ സ്വപ്നത്തിൽ മനസ്സുണ്ട്, പക്ഷെ ശരീരബോധമില്ല. മൂന്നാമത്തെ സുഷുപ്തി അവസ്ഥ വെച്ചാൽ ശരീരബോധമില്ല, മനസ്സും സ്വിച്ച് ഓഫ് ആണ്. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ ആണ്, എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും ബോധത്തിൽ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. അതെ അതെ, അത് അങ്ങനെയാണ് ഗുരുജി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ അത് എഴുതി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറെ. പക്ഷെ സായി ചോദിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പിന്നെ ബോധതലത്തിൽ പോകുമ്പം സത്തയിൽ പോകുമ്പം സത്തയിൽ എന്താണ് പിന്നുള്ളത്? കോൺഷ്യസ്നെസ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഈ സുഷുപ്തി എന്ന് പറയുന്നത് ഈ വെദർ ദാറ്റ് ഇസ് ദ ഫൈനൽ സ്റ്റേറ്റ് ആണോ അങ്ങനെയാണോ ചോദിച്ചത് സായി? അങ്ങനെയാണോ സായി ചോദിച്ചത്? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. സ്വാമി എന്ന സ്വാമിനിയമ്മ, അതായത് ഞാൻ പറഞ്ഞത്, അതായത് ഇത് ഫൈനൽ അവസ്ഥ എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഈ പറഞ്ഞ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റുമായിട്ട് ഈ ഒരു സുഷുപ്തി എന്ന് പറയുന്ന ആ ഒരു, കാരണം നമ്മൾ അവിടെ രണ്ടില്ല, ഒന്നുമില്ല. നമുക്ക് അവയറില്ല, നോളജ് ഇല്ല, അത് അനുഭവിക്കുന്ന വ്യക്തി തലമില്ല, ഒന്നുമില്ല. അപ്പം ഈ ഒരു ഹയർ അവയർനെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇതിന്റെ ആ ഒരു ഇത് അങ്ങനത്തെ എന്തെങ്കിലും ഇതുള്ളതാണോ എന്നാണ്. അവയർനെസ്, ഹയസ്റ്റ് അവയർനെസ് എന്നുള്ള ഒരു തലമാണോ ആണ് പിന്നെ സായി ചോദിക്കുന്നത് അല്ലേ? അതെ അതെ. ഹയസ്റ്റ് അവയർനെസിന്റെ ബിയോണ്ട് ഏതാണ്ടോ ഉണ്ടെന്ന് പറയുന്നു മോനെ. അപ്പൊ അത് സ്റ്റിൽ ഹയർ ആയിരിക്കും. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിടണം. കാരണം ഇത് നമുക്കാണ് നമ്മുടെ ഈ പർപ്പസ് തന്നെ. ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും എഴുതി വെക്കുക. ആ ചോദ്യങ്ങൾ നമുക്ക് ഗുരുസമക്ഷം നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം ഹരി ഓം, എല്ലാവരും ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.